സമൈനാ മനുഷ്യക്ക് എന്ത് പറ്റി? ഒന്നുമില്ല മോളെ. അല്ലല്ലോ, അമ്മ പറഞ്ഞല്ലോ ചീറ്റയ്ക്ക് പനിയാണെന്ന്. ചെറിയ പനി. ഇല്ലല്ലോ, ചൂടില്ലല്ലോ. അച്ഛാ, മനുഷ്യക്ക് പനിയൊന്നും ഇല്ലല്ലോ, എന്നിട്ട് അമ്മ പറയാ പനിയാണെന്ന്. ഏയ്, പനിയൊന്നുമില്ല. മോളകത്തി എന്ന് അച്ഛനോട് നല്ല കാപ്പി ഇട്ട് തരാൻ പറ അമ്മയോട്. വിഷമായോ? സങ്കടമായി. സാരമില്ല, എല്ലാത്തിനും ഒരു കാലമുണ്ട്. കാലം തെറ്റി വരുന്ന മാത്രം പേടിക്കേണ്ടത്. മൈനയുടെ കുഞ്ഞ് കാലം തെറ്റി വന്ന ഇതങ്ങനെയല്ല. എപ്പോ നിനക്ക് വിശേഷമായാലും അപ്പോ അമ്മാവന്റെ ഭാരം കൂടി എന്റെ തലയിൽ വരും. അതൊരു സുഖമുള്ള ഭാര. അതിനെ സമ്മതിച്ചില്ലല്ലോ ദൈവം. എടിക്കഴുതേ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ. ഓരോരുത്തരും 6-7 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രാർത്ഥനയും വഴിപാടും ചികിത്സയൊക്കെ ആയിട്ട് നടക്കുന്നു. എനിക്കിപ്പോ ഒരു പേടി ഹരിയേട്ടാ. ആഗ്രഹിച്ചതെല്ലാം കിട്ടി, ഇത് മാത്രം തരാതിരിക്കോ ഈശ്വരൻ? ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടാതെ. എന്നിട്ട് നല്ല സന്തോഷമായിട്ട് ഗൗരീശ്വരുടെ അടുത്തേക്ക് തന്നെ. വഴക്കൊക്കെ പറയുമെങ്കിലും ഇവിടെ ആരുടെയെങ്കിലും മനസ്സ് വിഷമിച്ച ആ വിഷമം അവളുടെ മുഖത്ത് കാണാം. മോള് ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലേ. ഞാനൊന്ന് പേടിച്ചു. എന്റെ 2 സഹോദരിമാരും ഏതാണ്ട് ഒരു സമയത്ത് പ്രസവിച്ച് കിടക്കുമെന്ന് കേൾക്കുമ്പോൾ തോന്നും അതൊരു തമാശയാണെന്ന്. അത്തരം ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഹരിയേട്ടന്റെ മാനസികാവസ്ഥ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ പറയേ, മൈനയ്ക്ക് കുഞ്ഞുണ്ടാകുമ്പോ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ കോളത്തിൽ ഞാൻ എന്ത് പേരെഴുതിക്കണം? കുട്ടിക്ക് ഇനിഷ്യൽ എന്തിടണം? സ്കൂളിൽ ചേർക്കുമ്പോ അച്ഛൻ എവിടെ പോയെന്ന് പറയണം? ഒരു കാമുകയും ഭാര്യയും ഒന്നും അല്ല എന്റെ മനസ്സില്. അമ്മയാ. പ്രേമവും കാമവും ഒന്നും അല്ല ഹൃദയത്തില്. വാത്സല്യ. കുഞ്ഞു പാവക്കുട്ടിയുടെ അമ്മയായിട്ട് കളിച്ച കാലം തൊട്ട് മനസ്സിലെ കുഞ്ഞുങ്ങളാ. എനിക്ക് അമ്മയാവണം. ആവും. അതിന് സമയം കഴിഞ്ഞു പോയിട്ടൊന്നുമില്ലല്ലോ. ഈ ജന്മം എനിക്ക് മക്കളുണ്ടാവാൻ ഒരുപാട് ഭാഗ്യമുണ്ട്. മക്കളെന്ന് പറയുമ്പോ ഒരുപാടൊന്നും വേണ്ട, ഒരു കുട്ടി മതി. 2 രണ്ടായിരിക്കും വിധി. 2 മക്കള് വേണോ? ആ, വേണം. ഇടവും വലവും 2 മക്കൾ. എനിക്ക് വല്ലാത്ത അതിശയം തോന്നുക ഹരി. ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഉണ്ടാകുന്നില്ല, ആഗ്രഹിക്കാത്തവർക്ക് കല്യാണം പോലും കഴിക്കണ്ട, അതിനു മുൻപേ ഗർഭം. ഞാൻ മൈനയുടെ മനസ്സിടം കാര്യമോ പറഞ്ഞേ. മനസ്സിലായി. ദൈവത്തിന്റെ ഓരോരോ തീരുമാനങ്ങള് അല്ലാതെ. ആരായി ദൈവം? വാട്ട്സ് ഹിസ് ഡ്യൂട്ടി? ഈ കക്ഷിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. എന്നുവെച്ച് വിശ്വാസമില്ല എന്നല്ല, ഉണ്ട്. ഹരി, പ്രാക്ടിക്കൽ ക്ലാസ് മുതല് ഇപ്പൊ ഓപ്പറേഷൻ ടേബിൾ വരെ എത്ര ശരീരങ്ങളാ ഞാൻ കീറിയിട്ടുള്ളതെന്നറിയൂ. ഒരു തവള മരിക്കുന്നതിനും ഒരു മനുഷ്യൻ മരിക്കുന്നതിനും സെയിം പ്രോസസ്സാ. ജീവൻ പോകുമ്പോഴുള്ള പെടച്ചിൽ ഒരുപോലെയാ. ഐ മീൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനും പ്രാർത്ഥിക്കാത്ത തവളയും ഒരുപോലെ മരിക്കുന്നു. വീടെവിടെയാ? എന്തിനാ? അല്ല, ചുമ്മാ അറിയാൻ. നീ കള്ളനാണോ? സകല വിവരങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് രാത്രി വന്ന് കയറാൻ? അയ്യോ അല്ല, ഞാനൊരു മര്യാദക്കാരനാ. നിനക്കെന്താ ജോലി? ഞാനൊരു ഷോപ്പ് നടത്തുക, ഈ ആക്സസറീസിന്റെ. എന്താ ഒരു പരിങ്ങല്? ഏയ്, ഒന്നുമില്ല. ആർക്കാ ഈ മരുന്നൊക്കെ? ആരോ ഗർഭിണിയാണെന്ന് ചോദിക്കുന്നത് കേട്ടു, മെഡിക്കൽ സ്റ്റോറിലെ പയ്യനെ. മോളാണോ? ആണെങ്കിൽ അല്ല, ഒന്നുമില്ല, ചോദിച്ചേ ഉള്ളൂ. മൈന മിസ്സിംഗ് ആണെന്ന് കേട്ടു, നേരാണോ? നീ ആരാ? സത്യം പറ, നിനക്ക് എന്താ അറിയണ്ടേ? എനിക്കൊന്നും അറിയണ്ട, ഞാൻ വെറുതെ ലോഹ്യം പറഞ്ഞല്ലേ. നീ ബൈക്കിലാണ് വന്നത്,
പിന്നെ ഇവിടെ വന്ന് സ്വീകാര്യത്തിക്കുള്ള വഴി വെച്ചെന്തിനാ? ഞാൻ വെറുതെ ഒരു തമാശക്ക് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. എന്നാ പിന്നെ കാണാം. നീ എവിടെയായിരുന്നു? ആരെവിടെ വന്നത്? പുറത്തൊരു കാർ കിടപ്പുണ്ടല്ലോ. അത് കാറായിട്ടാണോ നിനക്ക് തോന്നിയത്? എനിക്ക് തോന്നി ഒരു ശവപ്പെട്ടിയായിട്ടാ. നിന്നെ എന്നെയൊക്കെ എന്നേക്കുമായി കിടത്തി ഉറക്കാൻ. എന്തു പറ്റിച്ചാ? അമ്പിയെ ഒരു വക്കീലിനെ കൊണ്ട് വന്നിട്ടുണ്ട്. ഹൈക്കോർട്ടിലും കണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുന്തിയ വക്കീലാ. എങ്ങനെ തരപ്പെടുത്തിയെന്ന് എനിക്കറിയത്തില്ല. എന്താ വരവിന്റെ ഉദ്ദേശം? നീ ഡൈവേഴ്സിന് സമ്മതിക്കത്തില്ലാന്ന് പറഞ്ഞില്ലേ? സമ്മതിപ്പിക്കാനാ വക്കീൽ വന്നിരിക്കുന്നത്. നീ ഇനിയും കൂടുതലൊന്നും ആലോചിക്കണ്ട. അങ്ങ് ഒപ്പിട്ട് കൊടുത്തേരെ. ശല്യം അങ്ങ് തീരുമല്ലോ. അത് ശരിയാവില്ല. ഒപ്പിട്ട കൈവിട്ടു പോവും. കൈവിടാൻ നിനക്കെന്താ ഇത്ര മടി? ഈ അമ്പിയോട് നിനക്ക് പെട്ടെന്ന് ഇത്ര സ്നേഹം തോന്നാൻ എന്താ കാരണം? അമ്പിയോടുള്ള സ്നേഹം കൂടുതലൊന്നുമല്ല, ഗീതുവിനെ അകറ്റി നിർത്താനുള്ള താല്പര്യം കൊണ്ടാണ്.